പ്രമുഖ ജേർണലിസ്റ്റും കവിയുമായ ജന്മഭൂമിയിലെ ഡെപ്യൂട്ടി എഡിറ്ററുമായ കാവാലം ശശികുമാർ സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം സർ. ഇത്രയും കാലത്തെ പത്രപ്രവർത്തന അനുഭവത്തിൽ നിന്ന് പഴയ കാലത്തെ പത്രപ്രവർത്തനം പുതിയ കാലത്തെ പത്രപ്രവർത്തനം തമ്മിലുള്ള അന്തരം എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ? പണ്ടത്തെ മാധ്യമപ്രവർത്തനം ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം എന്ന് വാസ്തവത്തിലില്ല. സംഭവിച്ചത് മാധ്യമപ്രവർത്തനം തുടരുന്നു, പക്ഷേ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം, അടിസ്ഥാന ആവശ്യം, ലക്ഷ്യം എന്ന് പറയുന്നത് വിവരങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന ലക്ഷ്യം. അതിൽ 3 കാര്യങ്ങൾ ഉള്ളത്. 1, വസ്തുതയാണ് അറിയിക്കേണ്ടത്. 2, അറിയേണ്ടതാണ് അറിയിക്കേണ്ടത്. 3, കേൾക്കുന്ന ആളിന് വായിക്കാനോ അല്ലെങ്കിൽ കാണാനോ കേൾക്കാനോ താല്പര്യമുണ്ടാകുന്ന തരത്തിലാണ് അവതരിപ്പിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഈ അവതരിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ വാർത്ത എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവണം, ഗുണപ്രദമാകണം എന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്നൊരു തോന്നലുണ്ടാവാം, ഒരു ആക്സിഡൻറ്റിൻ്റെ വാർത്ത പത്രത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്, അത് ഗുണമാണോ എന്ന് സംശയം ഉണ്ടാവാം. വാസ്തവത്തിൽ ഗുണം തന്നെയാണ്. കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ ആക്സിഡൻറ്റ് ഉണ്ടായ സ്ഥലം, അവിടെ ഇനി രണ്ടാമത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തിലാണ് അത് പത്രത്തിൽ അതിൻ്റെ വിശദമായ വാർത്ത വരുന്നത്, അല്ലെങ്കിൽ ടെലിവിഷനിൽ അല്ലെങ്കിൽ റേഡിയോയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ വാർത്ത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രവർത്തനം കൂടിയാണ്. അത് എൻ്റർടൈൻമെൻറ്റ് രീതിയിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആധുനിക വാർത്താ മാധ്യമ സംവിധാനത്തിലുണ്ടായിരിക്കുന്ന സാങ്കേതികമായ മാറ്റം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരുപക്ഷെ ലൈവായിട്ട് കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ പിന്നീട് റെക്കോർഡ് ചെയ്ത് കാണാൻ പറ്റുന്നു, എപ്പോഴെപ്പോഴും ആവർത്തിച്ച് കാണാനും കേൾക്കാനും പറ്റുന്നു എന്നുള്ളത് ഒരു സാങ്കേതിക വിദ്യയാണ്. കുറച്ചു കാലം മുമ്പ്, ഒരു 10-40 വർഷം മുമ്പത്തെ കാര്യത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പത്രങ്ങളിൽ എഴുതി വരുന്നത് അച്ചടിച്ച് കിട്ടുന്നത് മാത്രം വായിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലും പല ദിവസങ്ങൾ പഴയ വാർത്തകളൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് കവി കുമാരനാശാൻ അന്തരിച്ച വാർത്ത എത്ര ദിവസം കഴിഞ്ഞാണ് നമ്മുടെ നാട്ടുകാർ അറിഞ്ഞതെന്നറിയാമോ? അതുപോലെ മഹാത്മാഗാന്ധി ഡൽഹിയിൽ നടത്തുന്ന പ്രസംഗത്തിൻ്റെ വാർത്ത കേരളത്തിലെ ആൾക്കാർ വായിച്ചിരുന്നത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കാലത്തേക്ക് ലൈവായിട്ട് അപ്പോഴപ്പോൾ കാണുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്താ മാധ്യമ രംഗത്ത് വന്നിരിക്കുന്ന വ്യത്യാസം. ഇതിന് മാധ്യമ രംഗത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അച്ചടി എന്നുള്ളതിലേക്ക് മാറിയിട്ട് നേരിട്ട് കാണുന്നത്, കേൾക്കുന്നത്. ആകാശവാണി വന്ന് നമുക്ക് കേൾക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ സമയത്ത് അത് ദൃശ്യരൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് എത്തി, ടെലിവിഷനിലേക്ക് മാറി. ഇപ്പോൾ അത് കുറച്ചുകൂടെ മാറിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് സാങ്കേതിക വിദ്യ വന്ന സമയത്ത് അപ്പോഴപ്പോൾ നമ്മളെ കാണിച്ചു തരുന്ന തരത്തിൽ ലൈവ് ടെലികാസ്റ്റുകൾ ഒക്കെ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമരംഗത്ത് വന്നിരുന്നത്, നേരത്തെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ടായിരുന്നു, ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ടായിരുന്നു. അങ്ങനെയുള്ള മാധ്യമ അസോസിയേഷനൊക്കെ ഉണ്ട്, മാധ്യമ പ്രവർത്തകരുടെ അസോസിയേഷനൊക്കെ ഉണ്ട്. കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ ഒക്കെ ഉണ്ടല്ലോ, കേരള. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ധാരാളം യൂണിയനുകൾ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് എല്ലാ ആൾക്കാരും, കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം പത്രപ്രവർത്തകരോ മാധ്യമപ്രവർത്തകരോ ആയി മാറുന്ന കാര്യമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആൾക്ക് അല്ലെങ്കിൽ വേറെ ഒരാൾ അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു വിതരണം അല്ലെങ്കിൽ വിവര പങ്കുവയ്ക്കൽ, ആ പങ്കുവയ്ക്കൽ ഒരു മാധ്യമ പ്രവർത്തനമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ന സ്ഥലത്തെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങളൊരു വിവരം ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനമാണ്. അത് തന്നെയാണ് നമ്മൾ ഫ്ലാഷ് ന്യൂസ് എന്ന് പറഞ്ഞ് നമ്മുടെ ടെലിവിഷൻ താഴെ എഴുതി കാണിക്കുന്നത്, ഇന്ന സ്ഥലത്ത് ന്യൂ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഓരോ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അതിലെ എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ളത് കൊടുക്കുക, ആവശ്യമില്ലാത്തത് കൊടുക്കാതെ ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പത്രപ്രവർത്തനത്തിലെ പുതിയ ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തനവും പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവരുന്ന പത്രപ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ അന്തരം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത് കാലത്ത് അതത് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ നടത്തുന്ന മാധ്യമപ്രവർത്തനത്തിലെ നമ്മളുടെ വ്യക്തിയധിഷ്ഠിതമായ ചില രീതികൾ, ആ രീതികൾ കൂടി മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വ്യാപകമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പത്രപ്രവർത്തനത്തിൽ അല്ല മാറ്റമുണ്ടായിരിക്കുന്നത്, പത്രപ്രവർത്തനത്തിൻ്റെ രീതി, അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ, അവതരണ രീതിയിൽ ഒക്കെയാണ് മാറ്റം വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.